എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പടതലം പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്ന് തൊഴാനായിട്ട് വന്നതാണ്. ഇവിടെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശിവരാത്രിയാണ്. അപ്പോൾ 26-ാം തീയതിയാണ് ശിവരാത്രി. ഒന്ന് തൊഴാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ശിവരാത്രിക്ക് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ കാളകെട്ടാണ്. അന്ന് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കാളകൾ വരുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഇവിടെ എന്താണ്, ഇവിടെ വരുന്ന ശിവരാത്രിക്ക് ഇവിടെ എല്ലാം കാളകളായിരിക്കും. അതും ചെറിയ കാളകളൊന്നുമില്ല, വലിയ കാളയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നടക്കാനായിട്ട് പോലും പറ്റത്തില്ല, അത്രയ്ക്കും തിരക്കായിരിക്കും. ക്ഷേത്രത്തിൻ്റെ പുറവശമാണിത്. ഇവിടെ എല്ലാം മൊത്തം കാളകൾ വന്ന് തിങ്ങി നിറയുന്നത്. സ്കൂളാണ് അപ്പുറത്ത്, സ്കൂളല്ല, സദ്യാലയമാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പുറവശം. ഇവിടുത്തെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കാളയുണ്ട്. ആ കാളയെ കാണാനായിട്ട് പോകാം. അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ. ആ കാളയെ കാണാനായിട്ട് പോകും. സത്യം പറഞ്ഞാൽ ഞാൻ ആ കാളയൊന്ന് കാണാനായിട്ടാണ് വന്നത്. ക്ഷേത്രത്തിൽ നിന്ന് തൊഴണം, കാളയും കാണണം. എല്ലാം ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ഗ്രൗണ്ടാണ് ഇവിടെ മുഴുവനും. ക്ഷേത്രത്തിൻ്റെ നടുക്കായിട്ടാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ഇനിയിപ്പം നമുക്ക് വലിയ കാള എവിടെയാണെന്നുള്ള ഒന്ന് കാണാൻ പോകാം. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ കാള കിട്ടുന്ന സ്ഥലത്തേക്കാണ്. അതായത് തത്തമുന്നക്കര എന്ന് പറയും. തത്തമുന്നക്കരക്കാരുടെ കാളയെ കാണാനായിട്ട് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മുടെ തത്തമുന്നക്കരക്കാരുടെ കാള. ഈ കാളയാണ് പടനിലത്തിലെ ഏറ്റവും വലിയ കാള. ക്രെയിൻ വലിച്ചാണ് കൊണ്ടുവന്നത്. കച്ചി, ഇതിനെന്തോ പ്രത്യേക പേര് പറയാം. അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. 26-ാം തീയതി ഇവൻ തലപൊക്കി അങ്ങ് പടനിലത്ത് വരും. വലിയ കാളയാണ് കേട്ടോ. പണി ഏകദേശം പൂർത്തിയാകാറായിരിക്കുകയാണ്. കാലൊക്കെ ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ കാളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കെട്ടൊരുക്ക്. വലിയ നീളം മാത്രമല്ല, പൊക്കം മാത്രമല്ല, കാളയുടെ കെട്ടൊരുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എല്ലാം ഒരേ രീതിക്കാണ് ഉപയോഗിക്കുന്നത്. എത്ര ദിവസത്തെ കഠിനാധ്വാനാണെന്നറിയാമോ? ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തേക്ക് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോയി കഴിയുമ്പം കരിഞ്ചാലി പുഴ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടും കൂടെ പോവുകയാണ്. ഇതാണ് കരിഞ്ചാലിപ്പുഴ എന്ന് പറയാം. അതായത് നമ്മുടെ പടനിലം ക്ഷേത്രത്തിൻ്റെ കിഴക്കോട്ടുള്ള വഴിയിലൂടെ വരുമ്പോഴാണ് ഈ കരിഞ്ചാലിപ്പുഴ എന്ന് പറയുന്ന ഒരു പുഴയുണ്ട് ഇവിടെ. ഇതാണ് ആ പുഴ. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഷട്ടറൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പുറത്ത് പാടമാണ്. പാടത്തിൽ വെള്ളം കയറ്റവും ഇറക്കുകയൊക്കെ ചെയ്യുന്ന സംവിധാനമാണിത്. അപ്പുറം ഇപ്പുറം കണ്ടമാണ്. ഇതാണ് മെയിൻ തോട്. ഈ പുഴയുടെ അടുത്ത് തന്നെ മോട്ടോർ തറ ഉണ്ട്. മോട്ടോർ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. ഇവിടുന്നാണ് കണ്ടത്തിലെ വെള്ളം വെളിയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുക. മോട്ടോർ തറ പോയെന്ന് കാണാം, ഒന്ന് പരിചയപ്പെടാം. മോട്ടോർ തറ ആണ്. നല്ല രീതിയിൽ വെള്ളം പൊക്കൊണ്ടിരിക്കുകയാണ്. ആണ് മോട്ടോറുടെ മിഷ്യൻ. അപ്പുറത്തെ കണ്ടത്തിൽ നിന്ന് വെള്ളം വരുന്ന വലിച്ച്
വെളിയിലേക്ക് തള്ളുക. കണ്ട വെള്ളം എടുത്ത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.